പ്രഗതി സ്കൂൾ ഓഫ് ബാങ്കിങ്ങിന്റെ വിജയഗാഥയ്ക്ക് ഒരു പുതിയ അധ്യായം കൂടി. SBI ജൂനിയർ അസോസിയേറ്റ്, SBI പ്രൊബേഷണറി ഓഫീസർ എന്നീ എക്സാമിനേഷൻസിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച 15 പേർക്ക് SBI ജൂനിയർ അസോസിയേറ്റും കൂടാതെ 2 പേർക്ക് പ്രൊബേഷണറി ഓഫീസർ ജോലിയും ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അസുലഭ മുഹൂർത്തത്തിലൂടെയാണ് പ്രഗതി ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് വന്നവരാണ് ഇന്ന് ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ കഥ കേൾക്കാം. എൻ്റെ പേര് അനുരാഗ്. ഇപ്പോൾ SBI ജൂനിയർ അസോസിയേറ്റ് ഇപ്പോൾ നിയമനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അമൽ. SBI ജൂനിയർ അസോസിയേറ്റ് ജോലി ലഭിച്ചിരിക്കുന്നു. എൻ്റെ പേര് ഷയോൺ. എനിക്ക് ഇപ്പോൾ SBI ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. I am Adira Mohanan. I have been selected at the post of probationary officer at SBI. I am thankful to this institute, Pragati Institute, for its constant support and guidance. It has been possible only because of this institute that I have been able to achieve this success. So I am really thankful to this institute. എൻ്റെ പേര് അപർണ മധു. എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസറാണ്. എൻ്റെ പേര് ശീതൾ. എനിക്ക് SBI ജൂനിയർ അസോസിയേറ്റ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ പേര് വിഷ്ണു. ഇക്കഴിഞ്ഞ SBI ജൂനിയർ അസോസിയേറ്റിൻ്റെ എക്സാമിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 6 months ആയി. ഇവിടുത്തെ ഞങ്ങളുടെ ബാങ്കിങ്ങിൻ്റെ കോർഡിനേറ്ററായ ആൽബിൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യം മുതലേ. പിന്നെ ഇവിടുത്തെ ആപ്പിലുള്ള എക്സാംസൊക്കെ ഈസി ആയിരുന്നു. ആക്സസിബിലിറ്റി ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ സ്റ്റാഫ്സും ഫാക്കൽറ്റിയൊക്കെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എൻ്റെ പേര് സോനോറിയ. SBIയിൽ ജൂനിയർ അസോസിയേറ്റ് പോസ്റ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ടു പ്രഗതി. ഇവിടെ ഉള്ള സ്റ്റാഫ്, പ്രത്യേകിച്ച് ആൽബിൻ്റെയും അജയ് മാഷിൻ്റെയും ഒക്കെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും ഗൈഡൻസും ഒന്നുകൊണ്ട് മാത്രം ഇപ്പോൾ എനിക്കൊരു ജോബിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഗോഡ് ഗോസ് ടു ദം. താങ്ക് യു. എൻ്റെ പേര് വിഷ്ണു. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് SBIയുടെ ജൂനിയർ അസോസിയേറ്റ് ആയിട്ടാണ്. എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് SBIയുടെ ജൂനിയർ അസോസിയേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ പേര് ആതിര മോഹൻ. ഞാൻ SBI ജൂനിയർ അസോസിയേറ്റ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നു. നീലേശ്വരം വീട്. പ്രഗതിയിലായിട്ട് കുറച്ച് കാലങ്ങളായി പഠിക്കാൻ തുടങ്ങിയിട്ട് കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ട്, പ്രഗതിയിലത്തെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട്, അജയ് മാഷ സപ്പോർട്ട്. എൻ്റെ പേര് ആതിര. ഞാനിവിടെ I1 ബാച്ചിലാണ് പ്രഗതിയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് SBIയിൽ കിട്ടിയിട്ടുള്ളത്. ഇവിടെ പ്രഗതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. ബേസ് തൊട്ടുള്ള ലേണിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ കോർഡിനേറ്റർ അജയൻ സർ, നമ്മുടെ ടീച്ചേഴ്സായിട്ടുണ്ടായിരുന്ന വിജയരാജ് സർ, ശരത് സാർ ആൻഡ് ദിലീപ് സർ. ഓൾസോ ബാങ്കിൻ്റെ പില്ലർ എന്ന് പറയുന്നത് ആൽബി തന്നെയാണ്. മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും എക്സാമൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഇവിടുന്ന് കിട്ടും. ഓൾസോ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പാരൻസ്, ഓൾസോ എൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രഗതി കരിയർ പോലെ തന്നെ പ്രഗതി സ്കൂൾ ഓഫ് ബാങ്കിങ് എന്നുള്ള ഒരു ബാങ്ക് കോച്ചിങ് ഉണ്ട്. അപ്പോൾ പ്രഗതി കരിയർ തുടങ്ങിയതിന് ശേഷമാണ് പ്രഗതി സ്കൂൾ ഓഫ് ബാങ്കിങ് നമ്മൾ ഇതിനോട് തന്നെ ചേർന്നുകൊണ്ട് നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ നല്ല രീതിയിൽ പ്രഗതി സ്കൂൾ ഓഫ് ബാങ്കിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഏകദേശം 12ഓളം ആൾക്കാർ, ഇതിൽ 10 പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റ്. ഇതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഒറ്റ ക്ലാസ് മുതലുള്ള ആൾക്കാരാണ്. ഒരാൾ മിഷൻ ബാച്ച് എത്തുമ്പോഴേക്കും ജോലിയെത്തി. വിഷ്ണു. എൻ്റെ പേര് ആതിര മോഹനൻ. എനിക്ക് കിട്ടിയത് SBIൻ്റെ പ്രൊബേഷണറി ഓഫീസറിന് പോസ്റ്റാണ്. ഞാൻ പ്രഗതിയിൽ വന്നിട്ട് ഈ ജൂലൈയിൽ ഇപ്പോൾ 2 വർഷമാവും. എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാത്തൊരാളാണ്. അതുകൊണ്ട് തന്നെ പ്രഗതിയിൽ വന്നതിന് ശേഷമാണ് ഒരു കൺസിസ്റ്റൻസി എന്നൊരു കാര്യം വരുന്നത്. ഈ ആപ്പിലൂടെ തരുന്ന എക്സാംസ് ആയാലും
അത് എക്സാംസ് എഴുതണം. അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ മാർക്സ്, നമ്മളുടെ ഒരു പൊസിഷൻ അറിയാൻ പറ്റും, നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ആപ്പ് കാരണം അല്ലെങ്കിൽ പ്രഗതി കാരണം ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി വരും, ഒരു ഡിസിപ്ലിൻ വരും. ഒരു ഡിസിപ്ലിൻ ഇല്ലാണ്ട് പഠിക്കുന്ന ഒരാൾ, അതായത് ഇന്ന് പഠിക്കണം എന്ന് തോന്നിയാൽ കുറേ നേരം പഠിക്കും, എന്നാൽ പഠിക്കണ്ടെന്ന് തോന്നിയാൽ നെക്സ്റ്റ് ഡേ പഠിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രഗതി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആൽബി ആയാലും, ആൽബി ഇട്ടിരുന്ന എക്സാംസ് ആയാലും അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ആയാലും നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആ എക്സാംസിലൂടെ അനലൈസ് ചെയ്ത് ആണ് നമ്മൾക്ക് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാവുന്നത്. ഞാൻ ഇതിന് മുമ്പേ 2 ദിവസം മുമ്പേ വന്ന SBI ക്ലർക്ക് അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായി, ഇനി ഇത് PO കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന എല്ലാ എക്സാംസ് എഴുതുക, ഏതാ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മാഷ് തന്നെ നമ്മളോട് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, അതായത് എല്ലാ എക്സാംസും എഴുതി നോക്കുക, ഏതിലാണ് നമ്മൾക്ക് നമ്മളുടെ ഭാഗ്യം ഇരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും, ശ്രമിച്ചുകൊണ്ടിരിക്കും.